ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ ഐഡൻറ്റിറ്റീസ് ചാപ്റ്റർ 3 8ാം ക്ലാസ്സിലെ പേജ് നമ്പർ 53 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. സി ഹൗ സം നമ്പേഴ്സ് ആർ റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. അതായത് താഴെ നമുക്ക് കുറച്ച് ഓഡ് നമ്പേഴ്സുകളെ രണ്ട് തരത്തിൽ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിതിന് കുറച്ച് മുമ്പുള്ള പ്രോബ്ലങ്ങൾ ഇങ്ങനത്തെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ടതാണ് അല്ലേ. അതുപോലെ ഇവിടെ നോക്കിയേ, 15 എന്ന് പറയുന്ന നമ്പറിനെ, അതൊരു ഓഡ് നമ്പറാണല്ലേ, അതിനെ 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്നും എഴുതാം, 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നും എഴുതാം. അതായത് ഈ രണ്ട് നമ്പറുകളുടെയും രണ്ട് സെറ്റ് നമ്പറുകളുടെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 21 എന്ന് പറയുന്ന നമ്പറിനെ 11 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നും എന്തെഴുതാം, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും. രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് രണ്ട് തരത്തിൽ 2 ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 35 ഒരു ഓഡ് നമ്പറാണ്, അതിനെ നമ്മൾ 18 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ എന്നും നമുക്ക് എഴുതാൻ പറ്റും. അതൊരു രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതി. ഇനി വേറെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി നമുക്കതിനെ എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മളോട് ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേ ഇൻ വിച്ച് ദ നമ്പേഴ്സ് 15, 21 ആൻഡ് 35 ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ്. എന്താ പറയുന്നത്, അതായത് 15, 21, 35 എന്നീ ഓഡ് നമ്പറുകൾ അല്ലേ, അതിനെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റും എന്നാണ് പറയണത്. അതായത് നമുക്കറിയാം 15, 21, 35 ഒക്കെ ഫാക്ടേഴ്സ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റുകളാക്കിയിട്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 മോർ നമ്പേഴ്സ് ഓഫ് ദിസ് ടൈപ്പ്. ഇപ്പോൾ 15, 21, 35 അല്ലേ, 15, 21, 35 ഇങ്ങനെയുള്ള നമ്പർ നമുക്ക് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയുള്ള രണ്ട് നമ്പറും കൂടെ നമ്മൾ അതുപോലെ ഇതുപോലെ എഴുതാൻ പറ്റുന്ന, അതായത് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റുന്ന ഈ 15, 21, 35 അടുത്ത ഓഡ് നമ്പർ. ഈവൻ നമ്പർ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് രണ്ട് നമ്പറും കൂടെ കണ്ടുപിടിക്കണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ജനറൽ റിസൾട്ട് ക്യാൻ ബി ഫോം ഫ്രം ദിസ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, എന്തൊരു ജനറൽ റിസൾട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതെന്ന് കണ്ടെത്താൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതായത് അവർ എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേ ഇൻ വിച്ച് 15, 21, 35 can be written as the product of 2 factors. നമുക്ക് ഈ നമ്പറുകളെ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആക്കി എഴുതണം. അപ്പം നമുക്കറിയാം 15 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഫാക്ടേഴ്സ് 1 ഉണ്ട്, പിന്നെയോ 3 ഉണ്ട് അല്ലേ, 3 × 5 ഒരു ഫാക്ടറാണ്, പിന്നെ 15 അല്ലേ. ഇത്ര 4 ഫാക്ടർ നമുക്ക് കിട്ടും. അടുത്തത്, ഇപ്പോൾ ഇതിനെ നമുക്കിനി അവർ പറയുകയാണ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആക്കി എഴുതണമെന്ന്. അപ്പോൾ നമുക്കിതിനെ 15 എങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആക്കി എഴുതാം. ഇതിൽ 1 × 15 ചെയ്താൽ നമുക്ക് 15 കിട്ടും അല്ലേ. അപ്പോൾ 1 × 15 എന്ന് എഴുതാം. അപ്പോൾ എന്താണ് നോക്കിയേ, പ്രൊഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആയില്ലേ. അപ്പോൾ 15 നമുക്ക് അതിൻ്റെ രണ്ട് ഫാക്ടറുകളുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം. ഇനി ഒരെണ്ണം കൂടെ എഴുതിക്കൂടെ, 15 = ഒരു സെറ്റും കൂടെ അല്ലേ, 3 × 5. 3 × 5 ചെയ്താലും നമുക്ക് 15 ആണ് കിട്ടുക. അപ്പോൾ അതും എന്താണ്, ഫാക്ടേഴ്സുകളുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ 15 എഴുതി. ഇനി അടുത്ത നമ്പർ 21. 21ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, 21ൻ്റെ ഫാക്ടേഴ്സ് 1 ഒരു ഫാക്ടറാണ്, പിന്നെ 3 ഒരു ഫാക്ടറാണ് അല്ലേ, 3 × 7 അല്ലേ 21 ആണ്. അപ്പോൾ 3യും 7 ഒരു ഫാക്ടർ കിട്ടി. ഇനിയോ 21 ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ 4 ഫാക്ടർ വീണ്ടും കിട്ടി. അപ്പോൾ ഇനി നമുക്കിതിനെയും പ്രൊഡക്റ്റ് ആക്കി എഴുതിയൂടെ, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്, പ്രൊഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ. അപ്പോൾ 21 = 1 × 21 അല്ലേ, 1 × 21 ആണ് നമുക്ക് 21 കിട്ടുക. അടുത്തത് 3 × 7. അപ്പോൾ 21 = 3 × 7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 21നും ഇതുപോലെ രണ്ട് നമ്പറുകളുടെ, അതായത് ഫാക്ടറുകളുടെ പ്രൊഡക്റ്റ് ആക്കി നമ്മൾ എഴുതി. ഇനി അടുത്ത നമ്പർ 35.
അപ്പോൾ 35ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 35ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലേ. പിന്നെ നമുക്ക് 5 ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് 7 5s are 35, പിന്നെ 35. അപ്പോൾ ഇതും ഇതാ 1 2 3 4. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 1 2 3 4 1 2 3 4 1 2 3 4 ഈ നമ്പേഴ്സിനൊക്കെ 4 ഫാക്ടേഴ്സാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് 35നെയും നമുക്ക് ഈ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ട്സുകളായിട്ട് എഴുതാം, പ്രൊഡക്റ്റാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ 1 × 35 അല്ലേ. അപ്പോൾ 1 × 35 എന്ന് എഴുതാം. പിന്നെയോ ഇത് രണ്ടും ഇൻറ്റു ഇത് എഴുതി ഇവിടെ. അപ്പോൾ 35 = 5 × 7 എന്ന് എഴുതാം അല്ലേ. 5 × 7. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്തു, 15നെ ഇതുപോലെ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റുകളാക്കി എഴുതി അല്ലേ. നമുക്ക് 4 ഫാക്ടേഴ്സാണ് കിട്ടുക. അപ്പോൾ അതിൽ നമ്മൾ 2 സെറ്റുകൾ എഴുതി അല്ലേ. 1 × 15 15, 3 × 5 15. അടുത്ത 21ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. നമ്മൾ 21നെ ഫാക്ടേഴ്സുകളുടെ പ്രൊഡക്റ്റുകളാക്കി എഴുതി. അതുപോലെ 35ൻ്റെ എഴുതി, ഫാക്ടേഴ്സ് എഴുതി. 35നെ നമ്മൾ ഈ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലത്തെ 2 സെറ്റും കൂടെ നമ്മളോട് കണ്ടുപിടിക്കാനാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ 15നെ നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാം. ഇവിടെയും നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 2 സെറ്റുകളുടെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമ്മൾ ഈ നമ്പറിനെ എഴുതി അല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ 15ൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, 21ൻ്റെ എഴുതിയിട്ടുണ്ട്, 35ൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളോട് വേറെ 2 സെറ്റും കൂടെ, വേറെ 2 നമ്പറിൻ്റെ സെറ്റും കൂടെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15 ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി 16 നോക്കാം. പക്ഷേ 16 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ 16 നമുക്ക് പറ്റില്ല. പിന്നെ ഏതാ 17 നമുക്കറിയാം ഒരു പ്രൈം നമ്പറാണ് അല്ലേ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, 1 × 17 ഇത് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇവർ തന്നിരിക്കുന്നതനുസരിച്ച് ഇവർ തന്നിരിക്കുന്ന ഈ നമ്പറുകൾക്ക് എത്ര ഫാക്ടറുകൾ വരണം? 4 ഫാക്ടറുകൾ വരണം. അപ്പോൾ എല്ലാത്തിനും എന്താ 4 ഫാക്ടറല്ലേ നമുക്ക് കിട്ടിയത്. ഈ 3 നമ്പർ 15 21 35 ഒക്കേനും നമുക്ക് 1 2 3 4 4 ഫാക്ടർ വീതമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പറിനും 4 ഫാക്ടറുകൾ വേണം അല്ലേ. അങ്ങനത്തെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 17 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി 18 എടുക്കാൻ പറ്റുമോ? അത് ഈവൻ ആണല്ലേ, പറ്റില്ല. 19 പ്രൈം നമ്പറാണ്, അതും പറ്റില്ല. ഇനി 20 ഈവൻ നമ്പറാണ്, അപ്പോൾ പറ്റില്ല. 21 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. ഇനി 22 ഈവൻ നമ്പറാണ്, പറ്റില്ല. ഇനി 23 ഒരു പ്രൈം നമ്പറാണ്, അപ്പോൾ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ 24 ഈവൻ നമ്പറാണ്. 25 നമുക്ക് നോക്കാം. 25ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 ഒരു ഫാക്ടറാണല്ലേ. പിന്നെയോ 25 എന്ന് പറയുമ്പോൾ നമുക്ക് 5 × 5 ആണ് പിന്നെ വരിക. അപ്പോൾ ഒരു 5 അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 5 എടുക്കാം, പിന്നെ ഒരു 25 എടുക്കാം. അപ്പോൾ നമുക്ക് അത്രയും ഫാക്ടേഴ്സ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ 3 ഫാക്ടേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ 3 ഫാക്ടേഴ്സ് വന്നാൽ പോരാ, നമുക്കിവിടെ 4 ഫാക്ടേഴ്സ് വരണം നമ്മൾ എടുക്കുന്ന നമ്പറിന്. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? 25 എടുക്കാൻ പറ്റില്ല. 26 പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഈവൻ നമ്പറാണ്. അടുത്തത് 27 നോക്കാം. 27ൽ നമുക്ക് 27ൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞേ. 1 വരും, 3 വരും, പിന്നെ 9 വരും അല്ലേ. 9 × 3 27, 9 3s are 27, പിന്നെ ഒരു 27 വരും. അപ്പോൾ നമുക്ക് ഈ 27 എന്ന് പറഞ്ഞ നമ്പറിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 27 എന്ന് പറഞ്ഞ നമ്പറിനെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് 1 3 9 27. ഇനി ഇതുപോലെ നമുക്കതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാക്കി ഇതിനെ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതുമ്പോൾ 1 × 27 അല്ലേ. 27 = 1 × 27 എന്ന് എഴുതാം. പിന്നെ 27 = 3 × 9 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ നമ്പർ കിട്ടി 27. അടുത്തത് നമുക്ക് 27 കഴിഞ്ഞാൽ ഒരു നമ്പർ കൂടെ കിട്ടണം അല്ലേ. 27 കഴിഞ്ഞ് 28 നോക്കാം. 28 പക്ഷേ ഒരു ഈവൻ നമ്പറാണ്, അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ഇവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 28 എടുക്കാൻ പറ്റില്ല. 29 ഒരു പ്രൈം നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് 29 എടുക്കാൻ പറ്റുമോ? 29 എടുക്കാൻ പറ്റില്ല. പിന്നെയോ 30 ഒരു ഈവൻ നമ്പറാണ്, 30 എടുക്കാൻ പറ്റില്ല. 31 ഒരു പ്രൈം നമ്പറാണ്, അതെടുക്കാൻ പറ്റില്ല. 32 ഈവൻ നമ്പറാണ്, എടുക്കാൻ പറ്റില്ല.
33 നമുക്ക് നോക്കാം അല്ലേ. 33 വരുമ്പോൾ നോക്കിയേ, 1 വരും, 11 വരും, 3 വരും, 33 വരും. ഇത്രയല്ലേ വരുന്നത്? 4 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? അടുത്തത് നമുക്ക് 33 എന്നെടുക്കാം. 33യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 3 ഉണ്ട്, 11 ഉണ്ട്, പിന്നെ 33 ഉണ്ട് അല്ലേ. അപ്പോൾ 33 ദെൻ അപ്പോൾ 1 2 3 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 4 ഫാക്ടേഴ്സ് കിട്ടിയില്ലേ? ഇതുപോലെ തന്നെ ഈ നമ്പറിനെ എഴുതിയ പോലെയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് 33 കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാം? 33 is equal to 1 into 3. ഇനി വേറെ 33 is equal to 1 into 33. അടുത്തത് 1 into 11 അല്ലേ, 3 into 11. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് സ്പീഡിൽ പറയുന്നതുകൊണ്ടാട്ടോ തെറ്റിപ്പോകുന്നത്. 33ന് നമുക്ക് 1 into 33 എന്ന് എഴുതാം, അതുപോലെ 1 into 11 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 നമ്പറുകൾ നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അതാണ് അവർ സെക്കൻഡ് പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നത്. സെക്കൻഡ് പ്രോബ്ലം നിങ്ങൾ വായിച്ച് നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 more number of this type which can be written as the difference of 2 perfect square in 2 different ways. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിനെ നമുക്ക് ഇതുപോലെ എഴുതണം. ഇതുപോലെ 2 ഡിഫറെൻറ്റ് വേസിലുള്ള, അതായത് നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ഇതുപോലെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതണം. അപ്പോൾ ഇങ്ങനെ എഴുതാൻ നമ്മൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ നമ്മൾ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതിയിട്ടേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഇതുപോലെ എഴുതാനാ. നമ്മളെടുത്ത ഈ നമ്പറിനെ ഇതുപോലെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഈ 2 നമ്പറിനെ നമ്മൾ എഴുതണം. അങ്ങനെ എഴുതാനായിട്ട് നമ്മൾ പഠിച്ച കുറച്ച് ഐഡൻറ്റിറ്റീസ് നമ്മൾ ഓർക്കണം. അതിൽ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിത് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഇത് കാണിച്ചതായിരുന്നു. അതായത് x + y² x² + 2xy + y². x - y² എന്ന് പറയുന്നത് x² - 2xy + y² ആണല്ലേ. പിന്നെ x - y² ഇതിനെ നമുക്കിതുപോലെയും എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അതായത് x + y² - 4xy എന്ന് എഴുതാം. അതുപോലെ xy 2 സംഖ്യകളുടെ പ്രൊഡക്റ്റിനെ നമുക്ക് x + y/2² - x - y/2² ഇങ്ങനെ എഴുതാം. പിന്നൊരു ഐഡൻറ്റിറ്റി കൂടെ പഠിച്ചത് 2 × x² + y² = x + y² + x - y² എന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പല രീതിയിൽ നമുക്കിതിനെ എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? നമുക്ക് 2 കണ്ടോ, ഇത് സ്ക്വയർ കണ്ടോ, അതായത് 2 നമ്പറുകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റണം. നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയതാണ് അല്ലേ. എങ്ങനെ എഴുതിയത്? നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു നമ്പറിനെ 2 നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം? ഇതിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതല്ലേ, ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളിപ്പോൾ പുതിയതെടുത്ത നമ്പറുകൾ ഏതാ? 27ഉം 33. അതിനെ ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 27 ആണല്ലേ ഒരു നമ്പർ എടുത്തത്. 27 എടുത്തിട്ടുണ്ട്, അതുപോലെ 33 എടുത്തിട്ടുണ്ട്. 27 എന്ന് പറയുന്നത് 1 × 27 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതാ കിട്ടിയത്? 3 × 9 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. 33നെയോ 1 × 33 എന്നും എഴുതാം, പിന്നെയോ 11 × 3 എന്നും എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതണം. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഐഡൻറ്റിറ്റി ഏതാണ്? xy = x + y/2² - x - y/2². നമ്മുടെ ടെക്സ്റ്റിലുള്ള ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഐഡൻറ്റിറ്റീസൊക്കെ കാണാതെ പഠിക്കണം, എങ്കിലേ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റികൾ നന്നായി പഠിക്കാം. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ ഞാൻ 27 ആണ് എടുക്കുന്നത്. അപ്പോൾ 27ന് എനിക്ക് 1 × 27 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഞാൻ അതിവിടെ എഴുതി. അപ്പോൾ 1 × 27
അല്ലെങ്കിൽ 27 × 1 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഞാനിവിടെ എക്സിന് വലിയ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ 27 × 1 എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് എക്സിന് 27 എടുക്കാമല്ലോ. അപ്പോൾ കാരണം എക്സ് മൈനസ് വൈ വരുമ്പോൾ 27 - 1 അങ്ങനെ എടുക്കാൻ വേണ്ടി എക്സിന് വലിയ നമ്പറിനെ ഞാൻ എക്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ 27 × 1 ഇതിൽ 27 എക്സും എക്സിൻ്റെ സ്ഥാനത്താണ് 27, വൈയുടെ സ്ഥാനത്ത് ഏതാ, വൈയുടെ സ്ഥാനത്ത് 1 അല്ലേ. അപ്പോൾ വൈ 1 എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ എക്സും വൈയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സിൻ്റെ അവിടെയൊക്കെ 27 കൊടുക്കുക, വൈയുടെ അവിടെയൊക്കെ 1 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ അവിടെ 27 പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 1 / 2 അങ്ങനെ തന്നെ ഇടുക, ഹോൾ സ്ക്വയർ. ഇനി മൈനസ് എക്സിൻ്റെ അവിടെ വീണ്ടും 27, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ്, വൈയുടെ അവിടെ 1 കൊടുക്കുക, /2 കൊടുക്കുക, ഹോൾ സ്ക്വയർ. ഇനി ഇതിനൊന്ന് ചെയ്തേ, 27 + 1 28 അല്ലേ, /2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ 27 1 പോയാൽ 26 /2 ഹോൾ സ്ക്വയർ. ഇനി 28ൻ്റെ സ്ക്വയർ 28/2 എത്രയാണ്, 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 14 കിട്ടും അല്ലേ. 14ൻ്റെ സ്ക്വയർ മൈനസ്, ഇനി 26നെ /2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 13 കിട്ടും അല്ലേ. അപ്പോൾ 13ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ആരെഴുതി, 27 എഴുതി. ഇനി അവർ പറയുന്നത് ഒരെണ്ണം പോരാ, ഇതൊരു സെറ്റേ ആയിട്ടുള്ളൂ അല്ലേ. നമ്മളിവിടെ നേരത്തെ നമ്മുടെ ഇതിൽ നമ്മൾ 2 സെറ്റായിട്ടാണ് എഴുതിയത്, ഒരു സെറ്റ് വേറൊരു സെറ്റ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു സെറ്റും കൂടെ കണ്ടുപിടിക്കണ്ടേ ഈ സെയിം നമ്പറിന് തന്നെ. അപ്പോൾ നമ്മളിവിടെ 27 ഒരു സെറ്റ് കണ്ടുപിടിച്ചു, ഇനി 27 തന്നെ വേറെ സെറ്റ് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യും, അപ്പോൾ ഞാനിവിടെ 27നെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 9 × 3 എന്ന് എഴുതിക്കൂടെ 27. അപ്പോൾ 9ൻ്റെ അവിടെ എക്സും 3 എന്ന് പറയുന്നത് വൈയും ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതേ ഇക്വേഷൻ ഇതേ ഐഡൻറ്റിറ്റിയിൽ അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്സിൻ്റെ അവിടെ 9 പ്ലസ് വൈയുടെ അവിടെ നമുക്ക് 3, 9 + 3 /2 ഹോൾ സ്ക്വയർ. ഇനി മൈനസ് എക്സിൻ്റെ അവിടെ വീണ്ടും 9 മൈനസ് വൈയുടെ അവിടെ 3 /2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു 9 + 3 എത്രയാണ്, 12 അല്ലേ. 12/2 സ്ക്വയർ മൈനസ് 9 - 3 എന്ന് പറഞ്ഞാൽ 6 /2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6. അപ്പോൾ 6ൻ്റെ സ്ക്വയർ മൈനസ് 6/2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3യുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് വീണ്ടും 2 സ്ക്വയറുകൾ കിട്ടി. അപ്പോൾ നമുക്കിവിടെ 27 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 27 = ആദ്യം നമ്മൾ ഏതാ കിട്ടിയത്, ഇത് അല്ലേ, ഈ ഒരു സെറ്റ്. പിന്നെ നമുക്ക് കിട്ടിയത് ഇപ്പോൾ രണ്ടാമത് കിട്ടിയത് ഈ ഒരു സെറ്റ്, അതായത് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് 27 കിട്ടി. ഇവിടെ ഈ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് ഈ 27 കിട്ടി. അപ്പോൾ നമുക്കത് ഇവിടെ എടുത്തെഴുതാം. 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ എന്ന് എഴുതാം, അതുപോലെ 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ 2 എണ്ണം കിട്ടിയില്ലേ നമുക്ക്. ഇപ്പോൾ നോക്കിയേ, ഇത് നമുക്ക് സെയിം ആയില്ലേ, നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ തന്നെ ആയില്ലേ. 35 = 2 ഇങ്ങനത്തെ നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഈ 27 എഴുതാൻ പറ്റി അല്ലേ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ആരെയും എഴുതണം, നമ്മൾ കണ്ടുപിടിച്ച രണ്ടാമത്തെ നമ്പറിനെ എഴുതണം. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതാ, 33. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് 1 × 33 അതുപോലെ തന്നെ 11 × 3 ആണല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ എന്താ, xy = അത് നിങ്ങൾ പല തവണ ഇതുപോലെ എഴുതുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞോളും ആ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഇതൊന്നുമില്ല, x + y/2 ഹോൾ സ്ക്വയർ x - y/2 ഹോൾ സ്ക്വയർ xy = ഇനി നമുക്ക് ഈ 33 × 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സിൻ്റെ അവിടെ 33, വൈക്ക് 1. ഇനി x + y എന്ന് പറയുമ്പോൾ 33 + 1 നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. -33 - 1/2 ഹോൾ സ്ക്വയർ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് 34/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, മൈനസ് ഇത് ചെയ്യുമ്പോൾ 32/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 34/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 17 അല്ലേ, 17ൻ്റെ സ്ക്വയർ മൈനസ് ഈ 32/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 16 അല്ലേ, 16ൻ്റെ സ്ക്വയർ. അപ്പോൾ 17ൻ്റെ സ്ക്വയർ മൈനസ് 16ൻ്റെ സ്ക്വയർ എന്ന് നമുക്ക് ആരെ എഴുതാം, നമ്മുടെ 33നെ എഴുതാം. ഇനി അപ്പോൾ ഇതൊരു സെറ്റ് കിട്ടി. ഇനി ഒരു സെറ്റും കൂടെ വേണ്ടേ നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്തത് 11 × 3 വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് xyക്ക് പകരം എന്ത് കൊടുക്കാം, 11 × 3 അല്ലേ. അപ്പോൾ എക്സിന് 11ഉം വൈക്ക് 3 കൊടുക്കാം.
അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് ആണ് എക്സ് മൈനസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ. എക്സിൻ്റെ അവിടെയൊക്കെ 11 കൊടുക്കുക, വൈയുടെ അവിടെയൊക്കെ 3 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ അവിടെ ഞാൻ 11 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 11 പ്ലസ് 3/2 സ്ക്വയർ മൈനസ് 11 മൈനസ് 3/2 അല്ലേ. എന്ത് കിട്ടും? 11 പ്ലസ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് 14/2 സ്ക്വയർ മൈനസ്, ഇനി 11 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 11 3 മൈനസ് ചെയ്താൽ നമുക്ക് 8 കിട്ടും അല്ലേ. 8/2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി 14/2 എന്ന് പറയുന്നത് എത്ര? 14/2 7 ആണല്ലോ. അപ്പോൾ 7 സ്ക്വയർ മൈനസ് 8ൻ്റെ പകുതി എത്രയാണ്? 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതും നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? നമുക്കിനി ഇതിനിവിടെ നോക്കിയേ, 33 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ എന്നും എഴുതാം. അതുപോലെ 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്നും എഴുതാം. അപ്പോൾ നോക്കി 2 സെറ്റ്, അതായത് 2 ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമ്മൾ ഈ 33 എന്ന് പറയുന്ന നമ്പറിനെ എഴുതി. അടുത്ത അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ജനറൽ റിസൾട്ട് ക്യാൻ ബി ഫോം ഫ്രം ദിസ്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊരു ജനറൽ റിസൾട്ടാണ് പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളത്, അതുപോലെ ഒരു ജനറൽ റിസൾട്ട് നമ്മളിതിൽ എഴുതണം. അപ്പോൾ നമ്മൾ നോക്കിക്കുക, ഇവിടെ 15 എന്ന് പറയുന്നത് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇത് അവർ തന്നതാണ് അല്ലേ. ഈ 3 അവർ തന്നതും പിന്നെ നമ്മൾ ഈ 27ൻ്റെയും 33ൻ്റെയും നമ്മൾ ലാസ്റ്റ് 2 കണ്ടുപിടിച്ചതുമാണ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാവുന്നത് എന്താ, ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇവർ തന്നിരിക്കുന്നതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച് 27 33 ഓഡ് നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ, ഇതിലെല്ലാത്തിലും എന്താ ഉള്ളത്? ഇതിനൊക്കെ എന്താ ഉള്ളത്? 4 ഫാക്ടേഴ്സാണുള്ളത്. ഈ എല്ലാ നമ്പറുകൾക്കും 4 ഫാക്ടേഴ്സാണുള്ളത് ഈ ഓഡ് നമ്പേഴ്സിന്. അപ്പോൾ അവർ തന്നത് ഓഡ് നമ്പേഴ്സിന് 4 ഫാക്ടേഴ്സ്, അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ച നമ്പേഴ്സിനും 4 ഫാക്ടേഴ്സ്. ഇടയിൽ നമ്മൾ 3 ഫാക്ടറൊക്കെ വന്നത് നമ്പറുകൾ കണ്ടു, അത് നമ്മൾ എടുത്തില്ല, കാരണം അവർ നമുക്ക് തന്നിരിക്കുന്നത് 4 ഫാക്ടേഴ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മളതുപോലെ 4 ഫാക്ടേഴ്സ് ഉള്ളതാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു ഓഡ് നമ്പർ അതിന് 4 ഫാക്ടേഴ്സ് വേണം അല്ലേ. അങ്ങനെ 4 ഫാക്ടേഴ്സ് ഉള്ള ഓഡ് നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം? 2 പെർഫെക്റ്റ്, ഇതിനെ നമ്മളിങ്ങനെ എഴുതിയല്ലോ. അതുപോലെ നമ്മൾ 27 എങ്ങനെ എഴുതിയത്? 27 നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച നമ്പറാണ് 27 അല്ലേ. അപ്പോൾ 27 നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? 27 നമ്മൾ 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ, അതുപോലെ 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതിയിരുന്നു. പിന്നെ നമുക്ക് 33 നമ്മളിതുപോലെ 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ, പിന്നെ 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച നമ്പറിനെയും എഴുതിയിരുന്നു. അപ്പോൾ ഇവർ തന്ന നമ്പറുകളെയും അവരങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതായത് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട്, അതും 2 ഡിഫറെൻറ്റ് വേസിൽ, ഇതൊരു വേ അതുപോലെ ഇതൊരു വേ, അങ്ങനെ 2 ഡിഫറെൻറ്റ് വേസിൽ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ടാണ് ഇവർ ഈ ഓഡ് നമ്പറുകളെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതും അങ്ങനെ തന്നെയാണ് വന്നത് അല്ലേ, 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട്. അത് ഒരു തരത്തിലല്ല, ഇത് 2 വേസിലും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത്, ഏതൊരു ഓഡ് നമ്പറും എങ്ങനത്തെ ഓഡ് നമ്പർ ആയിരിക്കണം? 4 ഫാക്ടേഴ്സ് ഉള്ള ഓഡ് നമ്പർ. അപ്പോൾ എനി ഓഡ് നമ്പർ ഹാവിങ് 4 factors can be written as നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിഫറൻസ് ഓഫ് 2 perfect squares in two different ways അല്ലേ. ഇതിൽ പറയുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എനി ഓഡ് നമ്പർ, ഏത് ഓഡ് നമ്പറും, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഹാവിങ് 4 ഫാക്ടേഴ്സ്. ഇതുപോലെ ഓഡ് നമ്പർ, അതിന് എത്ര ഫാക്ടറേ പാടുള്ളൂ? 4 ഫാക്ടർ. അതിനെ ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് എങ്ങനെ എഴുതാം? ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. 2 പെർഫെക്റ്റ് സ്ക്വയറുടെ ഡിഫറൻസ് ആക്കി എഴുതാം. അതൊരു തരത്തിലല്ല, ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. ഒരു തരത്തിലിങ്ങനെ, വേറൊരു തരത്തിലിങ്ങനെ, അങ്ങനെ 2 ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ജനറൽ റിസൾട്ടാണ് നമുക്ക് ഈ 3rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും. ഇതാണ് ഇതിൽ നമുക്ക് കിട്ടുന്ന ജനറൽ റിസൾട്ട്.
എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രോബ്ലംസൊക്കെ നന്നായി ചെയ്ത് പഠിക്കാം. പ്രത്യേകിച്ചും ഐഡൻറ്റിറ്റീസൊക്കെ നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കാം.